കൈകോർത്ത് നിൽക്കാം വയനാടിനൊപ്പം. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ രാത്രിയിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതുമെല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോഴും ഉരുൾപൊട്ടുന്നുണ്ട്. ഇന്ന് 5-ാം ദിനമായിട്ട് പോലും നഷ്ടപ്പെട്ട സമ്പാദ്യമെല്ലാം കുറച്ച് നാളുകൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഇതൊന്നുമല്ല. ഇനി ഒരിക്കലും മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും പങ്കാളിയെയും മക്കളെയും തിരിച്ചു കിട്ടുന്നില്ലല്ലോ എന്നുള്ളതാണ്. 200ഓളം പേരാണ് ഇപ്പോഴും കാണാമറയത്തുള്ളത്. ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ പകച്ചു നിൽക്കുന്നവർക്കൊപ്പം ലോകമെമ്പാടുമുള്ള നമ്മൾ സഹായഹസ്തവുമായി ചേരുന്നുണ്ട്. ആ മനുഷ്യർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ നമ്മൾ അവരോടൊപ്പം നിന്നേ മതിയാകൂ. മൺമറയിൽ കാണാമറയത്ത് ഇനി എത്ര പേർ, കണ്ടിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത നിസ്സഹായതയുടെ മറുപുറം. ഇനിയും ഒരു തുടിപ്പുണ്ടാകുമോ? എവിടെയെങ്കിലും ഒരു ശ്വാസം ബാക്കിയുണ്ടോ? പ്രതീക്ഷയോടെ കണ്ണുകൾ മൺമരുഭൂമിയിലേക്ക് നീളുന്നു. ആശയോടെ കരങ്ങൾ നീട്ടുന്നു. സ്വന്തവും സ്വപ്നവുമായിരുന്ന മണ്ണിൽ അവശേഷിപ്പുകൾ തേടുകയാണവർ. പാതിമാഞ്ഞ ജീവിതരേഖയുടെ ശേഷിപ്പുകൾ. കടൽ പോലെ കണ്ട മലവെള്ളം, നിലയില്ലാതെ നിലവിളികളുയർന്ന ഇരുട്ടിൽ അവർ മുങ്ങി. ഒരു നാട് ചിതറിയകന്നു. ചാലിയാർ ചാവുപുഴയായി ഒഴുകി. വെള്ളത്തിന് കണ്ണീരിൻ്റെ ഉപ്പുരസം. മുങ്ങിയും പൊങ്ങിയും ഉരുളിനോട് പൊരുതി ചിലർ തരപറ്റി. ഉള്ളൊഴുക്കിൽ ഉലയാതെ അവർ അനാഥത്വത്തിലേക്ക് അതിജീവിച്ചു. കാറ്റിൻ്റെ മൂടൽ കാതിൽ പതിക്കുമ്പോഴും ഞെട്ടി ഉണരുകയാണ്. മറവിയിൽ വീഴാത്ത നീറുന്ന കാഴ്ചകളും മറഞ്ഞുപോയ സ്വപ്നങ്ങളും ഉലച്ചു കളഞ്ഞ മനസ്സുകൾ. ഒന്നും ഓർക്കാതിരിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണവർ. ജലയുദ്ധം കഴിഞ്ഞ മൺകുനകൾക്കുള്ളിൽ ജീവൻ നിലച്ച നാട്. ആ നാടിന് 5 ദിവസം പ്രായം. ഉരുൾ അനന്തതയിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യർ ഇനിയും അവശേഷിക്കുന്നുണ്ട്. നിർവികാരതയുടെ, നിസ്സംഗതയുടെ ആളില്ലാ ദേശത്ത് വിജനതയാണ് കൂട്ട്. പ്രിയപ്പെട്ട ഭൂമികയിൽ നിന്നുള്ള പറിച്ചുനടൽ അനിവാര്യതയാണ്. ഇഷ്ടമില്ലായ്മ നിറയുമ്പോഴും കുഞ്ഞരുവികളിൽ കുഞ്ഞുങ്ങൾ നീന്താനിറങ്ങാത്ത, പാതയോരത്ത് തുറപറച്ചിലുകളില്ലാത്ത, വൈകിയെത്തുന്ന മക്കൾക്കായി വഴിക്കെണ്ണറിയാൻ അമ്മമാരില്ലാത്ത, പുലർകാലെ എസ്റ്റേറ്റുകളിലേക്ക് ആരും പോകാനില്ലാത്ത, ഒരായുസുകൊണ്ട് പൂർവികർ കെട്ടിപ്പൊക്കിയ ഭൂമി തനിച്ചാവുകയാണ്. ഇനി പുതിയ മുണ്ടക്കൈ, പുതിയ ചൂരൽമല, പുതിയ അട്ടമല, കണ്ണീർ നിറയുന്ന പുതിയ പുഞ്ചിരിമട്ടവും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.